ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം ഒരാളെ കാണണം എന്നുള്ളതാണ്. ദാ വന്നിരിക്കുന്നു ആള്. അപ്പോ ഷാനവാസ് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ നിങ്ങൾ ഈ കാഴ്ച ഉണ്ടായിരുന്നോ? അങ്ങനെ മിത്രങ്ങൾ രണ്ടും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം ഇവര് തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇത് ശരിക്കും പലർക്കും കുരുപൊട്ടുന്ന ഒരു കാര്യമാണ് ചേട്ടാ. കാരണം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരിൽ ഇവർ തന്നെയാണ് ഇതിങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഞാൻ പോലും പേഴ്സണലി കരുതിയ ഒരു കാര്യമാണ്, ഇത് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് രണ്ട് വഴിക്കാവുന്നത്. നോ വേ, ഇവര് രണ്ട് നല്ല കട്ടയ്ക്ക് നല്ല കിടില ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ചങ്ക് അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോക്കാണ് ഇവരുടേതെന്ന് എടുത്തു പറയണം കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ അകത്ത് വെച്ച് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലടേ, ഇവര് നല്ല കട്ട ചങ്ക്സ് ആയിട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഇതിനു മുന്നേ, അതായത് ബിഗ് ബോസ് ഹൗസ് നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ കണ്ടുമുട്ടിയത് എനിക്ക് തോന്നുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ആ ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നു നേരിട്ട് കണ്ടത്. അതൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വന്ന ഒരു കാഴ്ച. അതിനുശേഷം പിന്നെ ഒരു ഫോൺ വിളിയും അതോടൊപ്പം തന്നെ വീഡിയോ കോളും ഒക്കെ ഉണ്ട്. പക്ഷെ നേരിട്ടല്ലാതെ പേഴ്സണലി കാണുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതാണ് അനീഷ എടുത്ത് പറയുന്നത്. ഈ പറയുന്ന തരത്തിൽ അങ്ങനെ ഷാനവാസിനെ കാണാൻ വന്നിട്ട് ഞാൻ അനീഷിന്റെ നാട്ടിലേക്കാണോ എന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയോ സംഭവം പ്ലാനിങ് ആണെന്നാണ് തോന്നുന്നത്. കാരണം വഴിയെ വരുന്നുണ്ട് എന്ന തരത്തിൽ ഷാനവാസ് പറയുന്നുണ്ട്. എന്തായാലും സംഭവം എന്തൊക്കെയോ ഇറുക്ക് കേട്ടോ. സംഭവം കൊള്ളാം എന്തായാലും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നവരാരുമല്ല ഈ പറയുന്ന തരത്തിൽ അടുത്ത സുഹൃത്തുക്കളായി മാറുന്നതും അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതും എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുള്ളിൽ വെച്ച് നമ്മളൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ ഒരു ഫേക്ക് കോംബോയാണ്, ഒരു നാടകമാണ്, അതാണ് ഇതാണ് ചപ്പാണ് ചവറാണ് എന്നൊക്കെ ഒരു കൂട്ടം ഈ പറയുന്ന രീതി ഹേറ്റേഴ്സ് പോലും പറഞ്ഞ കാര്യങ്ങൾ അതൊന്നുമല്ല സംഭവം. ഇവര് രണ്ടുപേരും നല്ല അടിപൊളി തിക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരാണ്. പ്രത്യേകിച്ച് അനീഷ്, അത് അതിനുള്ളിൽ വെച്ച് തന്നെ എല്ലാവർക്കും വ്യക്തമായ കാര്യം. പക്ഷേ ഷാനവാസിന്റെ കാര്യത്തിൽ പലർക്കും സംശയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷാനവാസ് ഇതൊരു കളിക്കല്ലേ ഇങ്ങനെ അനീഷിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്, ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എന്നൊക്കെ തന്നെ. പക്ഷെ ഷാനവാസ് നല്ല പക്ക ജെനുവിനായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഒരു തെളിവൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവർ തമ്മിൽ അങ്ങ് ഒരു വല്ലാത്ത രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ അനീഷ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, എനിക്കിത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം എന്നൊക്കെ തന്നെ അനീഷ് തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ പുറത്ത്, കാരണം ബിഗ് ബോസ് ഷോ നമ്മൾ പല സീസൺ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ളിൽ പലതും പറയും. പുറത്തിറങ്ങി നീ എൻ്റെ അതാണ്, നീ എൻ്റെ അതൊക്കെയാണെന്ന് പറഞ്ഞ് കുറേ അങ്ങ് അടിച്ച് വിടും. പക്ഷെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ പലരുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ഈ സീസണിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. കുറേയധികം തിക് ഫ്രണ്ട്ഷിപ്പാണ്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ എവിടെയാണോ എന്തോ എന്നൊന്നും പോലും അറിയത്തില്ല. നേരെ നമ്മൾ കണ്ടാൽ പോലും നേരെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്നാൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് അവരൊന്നും ഒന്നിച്ച് കണ്ടിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഒന്നിക്കും അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കാര്യം പോകും എന്ന് വിചാരിക്കാത്ത രണ്ടുപേരാണ് ഇപ്പോൾ അത്രയ്ക്ക് തിക് ഫ്രണ്ട്സ് ആയിട്ട് മാറിയിരിക്കുന്നത് എന്ന് എടുത്തു പറയണം. അത് ഷാനവാസും അനീഷും തന്നെയാണ്. അങ്ങനെ ഷാനവാസും അനീഷും വീണ്ടും, അതായത് അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫ്, അത് അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ ഇടയ്ക്ക് കാണുന്നുണ്ട്, അവർ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അനീഷിന് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഷാനവാസ് തന്നെ പറയുന്നു അവനെ ഒരുപാട് പ്രാവശ്യം, അതായത് 1, 2, 3 തവണയൊക്കെ വിളിക്കാറുണ്ട് ഡെയിലി എന്നൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കണമെങ്കിൽ അത് അത്രത്തോളം ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവണോടെ, അല്ലാതെ ചുമ്മാ ഒന്നും അങ്ങനെയൊന്നും വിളിക്കത്തില്ല. അപ്പോൾ അനീഷിന്റെ മനസ്സിലാകുന്നുണ്ട്, അത് ഷാനവാസ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് തിരിച്ചു അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നല്ലൊരു കോംബോ തന്നെയാണ്. ഇത് സീസൺ കഴിഞ്ഞാൽ ഇവരുടെ ഈ വീഡിയോ കട്ട്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസകരമാണ് അത് കാണാനായിട്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. കാരണം നല്ല കാര്യങ്ങളൊക്കെ തന്നെ നടക്കണം. അത് സ്വാഭാവികമായിട്ട് തുടർന്ന് പോകുന്നത് അത് കാണുന്ന പ്രേക്ഷകർക്കായാൽ പോലും, അല്ലെങ്കിൽ ഇവരെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്കായാൽ പോലും അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. വളരെ അടിപൊളിയായിട്ട് തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോട്ടെ. ഇതുപോലെ തന്നെ പിന്നെ കുരു പൊട്ടിക്കുന്നവരെ സൈഡിൽ നിന്ന് കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കുരുക്കൾ മാറ്റാനായിട്ട് നമ്മൾ ആളല്ല. അതുകൊണ്ട് തന്നെ അവർ സൈഡിൽ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ.